ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ബിനോയ്സ് തോട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിന് അതിന് മുന്നേ ആനന്ദ്രാജ് ലിമിറ്റഡ് സ്റ്റോക്ക് ഒരുപാട് പ്രാവശ്യം എൻ്റർ ചെയ്തിട്ട് 20% 30% ഒക്കെ ബെനിഫിറ്റ് കിട്ടിയ സ്റ്റോക്കാണ് ആനന്ദ്രാജ് ലിമിറ്റഡ്. ലോങ് ടേമിലേക്ക് വെക്കാൻ പറ്റിയ സ്റ്റോക്ക് തന്നെയാണ് ആനന്ദ്രാജ് ലിമിറ്റഡ്. സോ ഈ ആനന്ദ്രാജ് ലിമിറ്റഡിനെ പറ്റി ലേറ്റസ്റ്റ് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. വളരെ ഫേവറബിൾ ആയിട്ടുള്ള ന്യൂസാണ് ഇൻവെസ്റ്റേഴ്സിന്, ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ആനന്ദ്രാജിന്. ഒരുപാട് കൊല്ലമായിട്ട് അവർ മെയിൻ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ആണ്. ആനന്ദ്രാജ് ലിമിറ്റഡ് റിയൽ എസ്റ്റേറ്റ് കമ്പനി ആയിട്ടാണ് അറിയപ്പെടുന്നത്. ആ ഒരു ബിസിനസ്സിൽ നല്ല ലാഭം എല്ലാ ക്വാർട്ടറുകളും കാണിക്കുന്ന കമ്പനി കൂടെ ആനന്ദ്രാജ് ലിമിറ്റഡ്. പക്ഷെ ഓവർ ദ ഇയേഴ്സ് ഒരുപാട് കൊല്ലങ്ങളായിട്ട് ഈ ബിസിനസ്സിന് കൂടെ തന്നെ അവര് വേറൊരു വിങ്, ഒരു ടെക്നോളജി ബിസിനസ്സിന് വിങ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ക്ലൗഡ് ബിസിനസ് ഉണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഡാറ്റാ സെൻറ്റർ ബിസിനസ് വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അത് വേറെ ലെവലിൽ എത്തിയിട്ടുണ്ട്. ആക്ച്വലി അതിൻ്റെ ബെനിഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടിയിട്ടുമില്ല. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് കമ്പനി നോക്കുമ്പോൾ തന്നെ കമ്പനി എല്ലാ പാരാമീറ്റേഴ്സിനും നല്ല പ്രോഫിറ്റ് കാണിച്ച് മുന്നോട്ട് പോകുന്ന കമ്പനിയാണ്. പക്ഷേ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഞാൻ എപ്പോഴും കോൺഫിഡൻറ്റ് അല്ല. എപ്പോഴാണ് തിരിയാൻ പറയാൻ പറ്റില്ല. നല്ല നല്ല കമ്പനീസ് വരെ മാർജിൻ പ്രഷർ കാരണം പിന്നെ കടം പുറത്തു കൊടുത്ത് പൈസ കംപ്ലീറ്റ് പുറത്തയക്കും. സോ അതിനൊക്കെ പിടിച്ചു നിൽക്കാൻ കപ്പാസിറ്റി കമ്പനിക്ക് പിടിച്ചേക്കാൻ പറ്റുന്നു. പല കമ്പനീസ് നമ്മുടെ കൺമുന്നിൽ പുഞ്ചിറോയുടെ മാതിരി വലിയ കമ്പനീസ് ഒക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അശോക ബിൽഡ്കോൺ പൊട്ടിപ്പോയിട്ടുണ്ട്. സോ ഇതിൽ ഒരു ആൾക്കാർക്ക് വിശ്വാസമില്ല ആ കമ്പനി ആണെങ്കിൽ പോലും. അതുകൊണ്ടായിരിക്കും ഒരു റീസൺ ഈ സ്റ്റോക്ക് കയറാത്തത്. ഇപ്പോൾ ലേറ്റസ്റ്റ് റിസൾട്ട് പ്രകാരം, ന്യൂസ് പ്രകാരം കമ്പനീൻ്റെ ബോർഡ് അവർ ഈ ബിസിനസ്സിന് ഡീമേർജ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എത്രയോ കൊല്ലങ്ങളായിട്ട് അവരെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിന് കൂടെ കൊണ്ടു നടക്കുന്ന ബിസിനസ്സാണ്, ടെക്നോളജി ബിസിനസ്സാണ്, ക്ലൗഡ് ബിസിനസ്സാണ്, അതുപോലെ തന്നെ ഡാറ്റാ സെന്റർ ബിസിനസ്സും. അതിനെ ഡീമേർജ് ചെയ്തിട്ട് അശോക ക്ലൗഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് അതിനെ ഡീമേർജ് ചെയ്ത് വെക്കാൻ പോകുന്നത്. ഇതിൽ ബെനിഫിറ്റ് എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പം ഈ അശോക ക്ലൗഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ലിസ്റ്റഡ് സ്പേസിൽ ആയിരിക്കില്ല ഉണ്ടാവും. പക്ഷെ അത് ലിസ്റ്റ് ചെയ്യുമ്പോൾ ചില സമയത്ത് നല്ലൊരു എപ്രിസിയേഷനിൽ ലിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഇപ്പം നിങ്ങൾ സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ ആനന്ദ്രാജ് ലിമിറ്റഡിൽ നിങ്ങൾ 100 ഷെയർ ഉണ്ടെങ്കിൽ അത് 100 ഷെയർ ആനന്ദ്രാജ് അശോക് ക്ലൗഡ് പ്രൈവറ്റ് ലിമിറ്റഡിനെ ഡിമേർജ് ചെയ്തിട്ടുള്ള ഈ ഒരു ബിസിനസ്സിന് കിട്ടും എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. സോ ഇത് എന്നാണ് ലിസ്റ്റ് ആവുന്നത്, എങ്ങനെയാണ് കമ്പനീൻ്റെ ഫുൾ പ്ലാൻ അറിയില്ല. ചില സമയത്ത് ഡിമേർജ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ ലിസ്റ്റ് ആവും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ലിസ്റ്റ് ആവുക. തൽക്കാലം അശോക ക്ലൗഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഡിമേർജ് ചെയ്ത് കഴിയുന്നത്. അത് മാത്രമല്ല ആനന്ദ്രാജിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഈക്വൽ ഷെയർ ആനന്ദ്രാജ് ക്ലൗഡ് പ്രൈവറ്റ് ലിമിറ്റഡ് അശോക ക്ലൗഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ ഡിമേർജ് എൻട്രി കിട്ടും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. കാരണം ഈ ഒരു സെക്ടർ ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ കമ്പനീൻ്റെ ഈ ഒരു സെക്ഷൻ, ഈ ഡാറ്റാ സെന്റർ ബിസിനസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് നിൽക്കുകയാണ്. സോ അതിന് ഫുൾ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഷെയർ ഡിമേർജ് ചെയ്തേ പറ്റൂ. എന്നാൽ മാത്രമേ ഉള്ളൂ ഈ കമ്പനീൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബിസിനസ്സായ ഡാറ്റാ സെൻറ്ററും ക്ലൗഡിലും ഉള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഈ റിറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് കിട്ടുള്ളൂ. സോ അതിനുള്ള മാർഗ്ഗമാണിത്. പക്ഷെ എന്നാണ് ഈ ഒരു ഡിമേർജ് എൻട്രി ലിസ്റ്റ് ആവാമെന്നും പറഞ്ഞു. എന്ന് ലിസ്റ്റ് ചെയ്താലും നിങ്ങൾ 1:1 സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു എപ്രിസിയേഷനിലായിരിക്കും അധികം. ഇത് ചിലപ്പോൾ IPO കൊണ്ടുവരേണ്ടി വരും. ഈ കമ്പനി ചിലപ്പം IPO കൊണ്ടുവന്നിട്ടായിരിക്കാം ലിസ്റ്റ് ചെയ്യാം. ഇതൊന്നും കറക്റ്റ് ഡിസിഷൻ എത്തിയില്ല. പക്ഷെ ആനന്ദ്രാജിന് ഡിമേർജ് എൻറ്റിറ്റി ഇല്ല. അതിലാണ് ഞാൻ ബെറ്റ് വെക്കുന്നത്, ആനന്ദ്രാജിൻ്റെ ബേസിക് ബിസിനസ്സായ റിയൽ എസ്റ്റേറ്റ് അല്ല. സോ അതിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് സാധാരണ കേസിൽ ഡിമേർജ് ചെയ്ത് ലിസ്റ്റ് ആവുകയാണെങ്കിൽ ഡിമേർജ് കാത്തു നിന്നിട്ട് എന്ത് ചെയ്യുക, ലിസ്റ്റ് ചെയ്ത സ്റ്റോക്ക് നമുക്ക് വാങ്ങാം. ഞാൻ എപ്പോഴും പറയലുണ്ടായിരുന്നു, ഹിന്ദുസ്ഥാൻ ലീവറിൻ്റെ കാര്യത്തിൽ ITCൻ്റെ കാര്യത്തിൽ അവരെ ടൊബാക്കോ ബിസിനസ് ഡിമേർജ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൺസ്യൂമർ പ്രൊഡക്റ്റ് പിടിച്ച നല്ല പൊസിഷൻ കിട്ടും. ഇതുവരെ നടന്നിട്ടില്ല, കൊല്ലങ്ങളായി പറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ആനന്ദ്രാജിൻ്റെ കേസിലും ഇതൊരു ബോർഡ് ഡിസിഷൻ വന്നിട്ടുണ്ട്. എന്ന് ആവും ഒന്നും അറിയില്ല. ഇതിന് മേലെ സ്പെക്കുലേറ്റീവ് മൂവ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു 587 ഇപ്പോഴത്തെ റേറ്റ്. ടെക്നിക്കലും കുറച്ച് ബുള്ളിഷായി 610 620 വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് ആനന്ദ്രാജ് ലിമിറ്റഡിന്. അത് കട്ട് ചെയ്ത് പോണേ ഇല്ല, ആൾ വരിക തിരിച്ച് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ടൈം ഇത് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 640 670 വരെ പോകാനുള്ള സാധ്യത ഉണ്ട്. അതിനുശേഷം പിന്നെ വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നേക്കാം. പക്ഷേ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് സംബന്ധിച്ചോളം ഈ ഒരു ഡിമേർജ് ചെയ്യുന്ന ന്യൂസ് വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ്. ആനന്ദ്രാജിലെ ക്ലൗഡ് ബിസിനസ്സിൽ, ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിൽ വിശ്വസിക്കുന്ന ആളാണ്. അത് ബിസിനസ് വളരെ 30-40% ഇയർ ഓൺ ഇയർ വളർച്ച വരുന്ന ഈ സെക്ടറിൽ ബെറ്റ് വെക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനകത്ത് ഇപ്പം വാങ്ങാം. അല്ലെങ്കിൽ ഡിമേർജ് ചെയ്തതിന് ശേഷം എന്നാണ് ലിസ്റ്റ് ആവുമെന്ന് പറയാൻ പറ്റില്ല, ഏത് റേറ്റിൽ ലിസ്റ്റ് ആവുമെന്ന് പറയാൻ പറ്റില്ല. ആ റേറ്റിൽ പോയി വാങ്ങേണ്ടി വരും. ഇങ്ങനെ സാധ്യത ഈ സ്റ്റോക്കിലുണ്ട്, ആനന്ദ്രാജ് ലിമിറ്റഡിലുണ്ട്. അല്ലാതെ നോക്കുകയാണെങ്കിൽ മാർച്ചിൽ നല്ല റിസൾട്ടാണ് കൊടുത്തത്. ഈ നെക്സ്റ്റ് റിസൾട്ട് വന്നിട്ടില്ല, ജൂൺ ക്വാർട്ടർ റിസൾട്ട് വന്നിട്ടില്ല.
അത് അധികം ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ ഉണ്ടാവും. അത് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. പക്ഷെ ലാസ്റ്റ് വന്ന റിസൾട്ട് മാർച്ച് 2026 റിസൾട്ട് നല്ല റിസൾട്ടായിരുന്നു. സെയിൽസ് 540 ക്രോസിൽ നിന്ന് 646 ക്രോസ് ആയിട്ട് കൂടി ഇയർ ഓൺ ഇയർ ബേസിലാണ് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റ് 118 ക്രോസിൽ നിന്ന് 149 ക്രോസ് ആയിട്ട് കൂടി. നെറ്റ് ക്യാഷ് ഫ്ലോ ഒരു 25 കോടി ഉള്ളത് 569 കോടിയായിട്ട് കൂടി. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 20.4 ഉള്ളത് 22.01 കൂടിയതിന്. ഡെപ്റ്റ് ഇക്വിറ്റി 0.10 ഉള്ളൂ. ഇനി ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുകയാണെങ്കിലും ഡിസംബർ 2005 കമ്പയർ ചെയ്യുമ്പോൾ 641 സെയിൽസ് ഉള്ളത് 646 ആയിട്ട് കൂടിയതിൻ്റെ റവന്യൂ. 142 ക്രോസ് ഉള്ളത് 149 ക്രോസ് ആയിട്ട് നെറ്റ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. സോ ഇയർ ഓൺ ഇയർ ബേസും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസും നല്ല റിസൾട്ടാണ് കൊടുത്തത്. പി റേഷ്യോ 38.1 ആണ്. ഇൻഡസ്ട്രിയൽ പി 40 എന്നാണ് മണി കൺട്രോൾ കാണിക്കുന്നത്. പക്ഷേ സ്ക്രീനിൽ 27.5 ആണ്. അങ്ങനെയാണെങ്കിൽ പി റേഷ്യോ ലിറ്ററലി ഹയർ ആണ്. EPS 15 ഉണ്ട്, 15% ഗ്രോത്ത് ഉണ്ട്. ബുക്ക് വാല്യൂ 160 ഉണ്ട്, ഇൻട്രസ്റ്റ് വാല്യൂ 452 ഉണ്ട്. ഓക്കെയാണ്. ഷെയർ ക്യാപിറ്റൽ 71 കോടിയേ ഉള്ളൂ. 5709 കോടി റിസർവ് ഉള്ള കമ്പനിയാണ്. പ്രൊമോട്ടേഴ്സ് സ്ലൈറ്റ്ലി സ്റ്റേക്ക് കൂട്ടുന്നുണ്ട്. 57.4 ഉള്ളത് 57.42 ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു 3 കൊല്ലം കഴിഞ്ഞ് കമ്പയർ ചെയ്യുമ്പോൾ 60 ഉള്ളതാണ് 57.52 കുറഞ്ഞത്. FISന് കയ്യിലും DISന് കയ്യിലും നല്ല രീതിയിലുള്ള ഷെയർസ് ഉണ്ട്. 10.74% FISും 4.61 DIS ഹോൾഡ് ചെയ്യുന്നുണ്ട്. ROCയും ROE കുഴപ്പമില്ല, ഒക്കെ 10 മേലുണ്ട്. സോ ഈ റിസൾട്ടും കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാം. ഈ ഒരു റിസൾട്ട് ഒരാഴ്ച 2 ആഴ്ചയിൽ വരും റിസൾട്ടൊക്കെ നന്നാവുകയാണെങ്കിൽ എൻട്രി എടുക്കാം. അല്ലെങ്കിൽ അത് ഡിമേർജ് എൻറ്റിറ്റി എങ്ങനെയാണ് ലിസ്റ്റ് ആവുന്നതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം എൻട്രി എടുത്തത്. പക്ഷേ ഞാൻ ബെറ്റ് ആനന്ദ്രാജിൻ്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലല്ല. ആനന്ദ്രാജൻ ഈ ഒരു ബിസിനസ് ഡിമേർജ് ചെയ്ത് കഴിഞ്ഞാൽ ഡിമേർജ്ഡ് കമ്പനിയായ അശോക ക്ലൗഡ് ഇപ്പം പ്രൈവറ്റ് ലിമിറ്റഡാണ്, ഭാവിയിൽ ലിമിറ്റഡ് കമ്പനിയായി മാറും. ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പനിയിലാണ് അവർ ക്ലൗഡ് ബിസിനസ്സും ഡാറ്റാ സെൻറ്റർ ബിസിനസ്സും നടത്താൻ പോകുന്നത്. ഭാവിയിൽ വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ്സാണ് ഡാറ്റാ സെൻറ്റേഴ്സിൻ്റെ. വളരെ ഇന്ത്യയിലെ ഈ ബിസിനസ് ഫ്ലറിഷ് ചെയ്യാൻ പോവാണ്. അൺലോക്കിങ് സംഭവിക്കും. പിന്നെ ദാറ്റ്സ് ഓൾ ആണ്. പിന്നെ ടെക്നിക്കൽ നോക്കുകയാണെങ്കിൽ 610 ഒരു ടെക്നിക്കൽ റെസിസ്റ്റൻസ് ആണ് ആനന്ദ്രാജിലുള്ളത്. ഇപ്പം തന്നെ 587 വന്നാൽ ചിലപ്പോൾ 1-2 പ്രാവശ്യം 610 പോയി തിരിച്ചു വന്നിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ ബ്രേക്കൗട്ട് കൊടുത്താൽ ഒരു 670 700 പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ. സോ ഞാൻ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് ചെയ്ത് കൊടുക്കലുണ്ട്. താല്പര്യപ്പെട്ട ആൾക്കാർക്ക് എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ സ്വിംഗ് ബേസ്ഡ് റെക്കമെൻഡേഷൻസ്, ബ്രേക്കൗട്ടിൽ കാണുന്ന ടെക്നിക്കൽ ബ്രേക്കൗട്ട് കാണുന്ന വോളത്തിൽ ബ്രേക്കൗട്ട് ചെയ്യുന്ന ഫണ്ടമെന്റ്സ് നല്ല സ്റ്റോക്ക് കണ്ടാൽ മാത്രം പറയുന്ന ഒരു മെമ്പേഴ്സിൻ്റെ ഗ്രൂപ്പുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് വീഡിയോയിനടിയിലുള്ള ജോയിൻ ലിങ്കിൽ പോയിട്ട് എമറാൾഡ് മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ആസ് യൂഷ്വൽ ഞാനൊരു SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമാണ്. നിങ്ങൾ സ്വന്തമായി പഠിച്ച് അല്ലെങ്കിൽ നിങ്ങൾ അഡ്വൈസ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ട് തന്നെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം വീഡിയോസ് ഫ്രണ്ട്സിനും റിലേറ്റീവ്സ് അയച്ചു കൊടുക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ യുവർ പേഷ്യന്റ് ലിസണിങ്. താങ്ക് യു.